സജീഷ് ചേട്ടാ, എന്തോ വെൽക്കം. താങ്ക് യു. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ്, പിന്നെ ഒരു സ്പോട്ട് ഡബ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഏതാണ് ചെയ്തു പോകുന്നത്? ആദ്യം നമുക്ക് അനൂപ് മേനോന്റെ ആ ശബ്ദം ഒന്ന് കേൾക്കാം. ആയിക്കോട്ടെ. അണ്ണ ഒരു പ്രതികാര ബുദ്ധി കയറ്റി കൊടുത്ത് അണ്ണൻ അവനെ കൊണ്ട് എഴുതിക്കണം. ലൈഫ് ഈസ് എ ഡ്രിങ്ക്. ഇതൊരു ഒഴിഞ്ഞ കാലിക്കുപ്പി. ഇതിൽ വിഷം നിറച്ച വിഷക്കുപ്പി, പാല് നിറച്ച പാൽക്കുപ്പി. അതല്ല, ഇതിനി പൊട്ടിച്ച് വെള്ളവൻ്റെ പള്ളയെ കയറ്റിയാൽ കൊലക്കുപ്പി. മോനെ ജോയി കുട്ട, ലൈഫ് എന്ന് പറയുന്നത് ജീവിത അനുഭവങ്ങളാണ്. താങ്ക് യു. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ, സൂപ്പർ. ഓക്കെ, ഇനിയും ഒരു മോർഫിംഗ് ആണ്. നമ്മുടെ ജോയ് മാത്യു സാറിൻ്റെ ശബ്ദം. ആദ്യം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് ഒരു ബന്ധമുള്ള അടുത്തൊരു നടനുണ്ട്, അത് നമുക്ക് കേൾക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാനൊന്ന് പറയാം. ഒരു പുരോഹിതൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാരും തന്നെ ജീൻസും ഷർട്ടും ധരിച്ച് കിടക്കുന്നത് കുറച്ച് കടന്ന കൈയിലെ ഫാദർ വിൻസെൻ്റ് ബെട്ടോളി. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കണമെങ്കിൽ അച്ഛൻ ഈ കുപ്പായമൊക്കെ അഴിച്ചു വെച്ച് പള്ളിക്കനുയോജ്യമായ കുപ്പായം ധരിക്കണം. കേട്ടോ മിസ്റ്റർ വിൻസെൻ്റ് ബെട്ടോളി. ഇദ്ദേഹത്തിൻ്റെ ശബ്ദം മറ്റൊരു താരത്തിൻ്റെ ശബ്ദമായിട്ട് ഒന്ന് പോവുകയാണ്. ഒരു പുരോഹിതൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാരും തന്നെ ജീൻസും ഷർട്ടും ധരിച്ച് കിടക്കുന്നത് കുറച്ച് കടന്ന കൈയല്ലേ ഫാദർ വിൻസെൻ്റ് ബെട്ടോളി. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കണമെങ്കിൽ അച്ഛൻ ഈ കുപ്പായമൊക്കെ അഴിച്ചു വെച്ച് പള്ളിക്കനുയോജ്യമായ കുപ്പായം ധരിക്കണം. കേട്ടോ മിസ്റ്റർ വിൻസെൻ്റ് ബെട്ടോളി. താങ്ക് യു. ഇനിയും ടി പി മാധവൻ സാറ്, അതുപോലെ തന്നെ രാജംബി ദേവ് സാറ്, വിനായകൻ, ലാസ്റ്റ് CI പോൾ, ഇവർ തമ്മിലുള്ളൊരു മോർഫിങ്, ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഒരു ശബ്ദം ഏകദേശം ഒരു വ്യത്യാസമുണ്ട്. ഇവർ തമ്മിൽ ഏകദേശം അടുത്ത് വരും. അദ്ദേഹത്തിൻ്റെ അവരുടെ ശബ്ദം ഒന്ന് കേൾക്കാം. ശരി, ഓക്കെ. മുണ്ടൂരെ പാർവതി ശാരദയുടെ കാര്യം ശാരദമ്മ കുത്തി എന്നോട് ചോദിച്ചു. 10-25 കൊല്ലം നിഴല് പോലെ കൂടെ നടന്നതാ. ഇപ്പോൾ ഒരാവശ്യം വന്ന് ചോദിച്ചപ്പം 2000 രൂപ എടുത്ത് തന്നിരിക്കുന്നു. എന്ത് കാട്ടാൻ അതുകൊണ്ട് പവിത്ര മോലാളി രാമൻ നായരെ മനസ്സറിഞ്ഞ് സഹായിക്കണം. എടാ കഴിവേറക്ക മകനെ, പൂന്തര കമ്മീഷൻ നിന്റെ അമ്മയുടെ ചങ്കിൽ തേങ്ങ. കൃഷ്ണ, ഞാനാടാ ഗംഗയാടാ. ആരാണ്ടൊക്കെ എന്നെ ഉറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നീ വരണം, അനിതെന്നെ വിളിച്ചോണ്ട് പോകണം. അത് രാമമൂപ്പന്റെ 2 സെന്റ് കുട്ടിയെടുപ്പ്. അവന് ഗംഗനെ അറിയാൻ പാടില്ലെന്ന്. എന്റെ മോന് അവനെ അടിച്ചു, മറ്റവല്ല അവനെ അടിച്ചു. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. വളരെ രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ, വോയിസ് ആണോ അതോ അടുത്ത സ്പോട്ട് ഡബ് ചെയ്യാം. സ്പോട്ട് ഡബിംഗ്? അപ്പൊ നമ്മുടെ സ്പോട്ട് എവിടെയാണെന്ന് അറിയാം. അത് ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ തിലകൻ സാറും അദ്ദേഹത്തിലെ ദുൽഖറും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. അത് നമ്മുടെ മധു സാറും നസീർ സാറും കൂടെ ഡബ് ചെയ്താൽ, അവരെങ്ങനെ ഡബ് ചെയ്താൽ കാണുന്ന സീൻ എന്ന് പറയുന്നത് ഉസ്താദ് ഹോട്ടലിലെ ആ സീന്, പക്ഷെ വോയിസുകൾ വരുന്നത് മധു സാറിന്റെയും പിന്നെ നസീർ സാറിന്റെയും. ഓക്കെ, അവിടെയാണ് സ്പോട്ട്. ഓക്കെ, താങ്ക് യു. ഉപ്പൂപ്പ, നിങ്ങളെ തേച്ച പെണ്ണിന്റെ കഥ ഞമ്മക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഉപ്പൂപ്പാനെ ഒരു പെണ്ണ് തേച്ചിട്ടുണ്ടെന്ന് നിനക്കെന്താടാ ഇത്ര ഉറപ്പ്? അത് പിന്നെ ആ തേപ്പ് കെട്ടിയവൾക്ക് ആ തേപ്പിന്റെ വേദന അറിയുക. നമ്മുടെ 18ാമത്തെ വയസ്സിൽ കറുത്തമ്മ നമ്മളെ തേച്ചിട്ട് പോയ ആ വർഷം മൗലവീൻ്റെ മോളുടെ നിക്കാഹിന് മീൻകറി ഉണ്ടാക്കാൻ കൂടിയതാ. മീൻകറിയുടെ മണവും പുകയും കണ്ണിലേക്ക് അടിച്ചപ്പോൾ കണ്ണൊന്നു പാളി. ജനാലവാതക്കൽ മീൻകറിക്ക് കൊതിയൂറി നിൽക്കുന്ന ഒരു ഹൂറിനെ നമ്മൾ കണ്ടു. അവൾ എന്നോട് ഇച്ചിരി മീൻകറി ചോദിച്ചു. എൻ്റെ നെഞ്ചാകെ പടപടാന്നിടിക്കാൻ തുടങ്ങി. ഒറ്റ ഇരിപ്പിന് 1.5 കിലോ അരിയുടെ ചോറ് തിന്നുന്നവളാ. ആരായിരുന്നു ആ ഹൂറി? മൗലവീൻ്റെ മോള്. ഓളുടെ നിക്കാഹിനല്ലേടാ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോയത്. എന്നിട്ട് എന്ത് ചെയ്യാൻ? ഓള് നിങ്ങളുടെ മീൻകറിയും കുടിച്ചു നിങ്ങളെ തേച്ചിട്ട് പോയി. നിന്നെ ആരും തേച്ചിട്ടില്ലേടാ ഫൈസി. നമ്മളെ ആരും അങ്ങനെ തേച്ചിട്ടില്ലേ?
ബേസിക്കലി നമ്മൾ സ്പോട്ട് ഡബിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച സെയിം ക്യാരക്ടേഴ്സിന് തന്നെ സൗണ്ട് ആയിരിക്കും എടുക്കാന്നുള്ളത്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ട് വേറെ രണ്ട് അതൊരു വെറൈറ്റി ആയിട്ട് വേറെ രണ്ട് ആൾക്കാരുടെ സൗണ്ട് ഒക്കെ എടുത്തു പറയുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കമന്റ്സ് കേൾക്കുന്നതിന് മുമ്പ് ഇത്രയൊക്കെ പെർഫോമൻസ് നടത്തിയപ്പം നമുക്കൊരു ചെറിയ തിരുമറി കൊടുത്താലോ? താര തിരുമറി. ഓക്കെ, നമുക്ക് ആദ്യം ഡയലോഗ് ഒന്ന് കേട്ടോ. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകൾവതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് മഹാരാജ പൻവാൽ ദേവന്റെ പടത്തലവനായി ഓക്കെ, കേട്ടല്ലോ ഡയലോഗ്? എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു സൗണ്ട് ഒക്കെ വെച്ചിട്ട് ഹരിശ്രീ അശോകൻ. അപ്പൊ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ സൗണ്ടില് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഓക്കെ, അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ ചപ്പാത്തി തിന്നാറില്ല. മകൾമതി സാമ്രാജ്യത്തിനും പൽബാദേവിനും കാനാ കാനാന്ന് പറഞ്ഞ് ചോറാണെന്നാണ് കേട്ടിട്ടുള്ളത്. ആ ചോറ് ചോറ് ചോറേ. അടിപൊളി അടിപൊളി. നമുക്കിനി കമന്റ്സും കാര്യങ്ങളും കേട്ടാലോ? ഓക്കെ, ഇക്ക സജേഷ് എന്തോ നന്നായിരുന്നു സജേഷ്. താങ്ക് യു. പിന്നെ സ്പോട്ട് അപ്പ് ചെയ്ത സമയത്ത് സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ എലീന പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന സ്പോട്ട് ഡബിൽ നിന്ന് മാറി ഒന്ന് ചിന്തിക്കുക എന്ന് പറയുന്ന പുതിയൊരു ചിന്താഗതി, വെറൈറ്റി ചെയ്യാനുള്ള ശ്രമം, ആ ശ്രമം നന്നായിരുന്നു. താങ്ക് യു. ഗുഡ്. ഓക്കെ, പക്രു ചേട്ടാ. സജേഷ് എന്തോ ഉഗ്രൻ. താങ്ക് യു. നല്ലൊരു കലാകാരനാണ്, തികഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. താങ്ക് യു. എടുത്തു പറയേണ്ട ആ സ്പോട്ട് അപ്പ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സീനിൽ വേറെ രണ്ട് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു ടോണിൽ അത് പിടിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപാരമായ കോൺസെൻട്രേഷൻ വേണം. അല്ലേ പറഞ്ഞത്? അല്ലേക്കാ? കാരണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണത്. അത് ഒരു ചിരി പോലും കളയാതെ ഭംഗിയായിട്ട് സജഷൻ ചെയ്തു. അതിനൊരു ക്ലൈമാക്സ് വരെ ഉണ്ടായിരുന്നു. ഇനി ഈ അനുകരണങ്ങളെല്ലാം നമ്മൾ പലതും പല ആർട്ടിസ്റ്റുകളും ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് സജഷൻ്റെ മാസ്റ്റർ പീസാണ്. കാരണം അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത് അങ്ങനെ അധികം ആൾക്കാർ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, പുതിയ ഇപ്പം ദുൽഖറിൻ്റെ വോയിസിലേക്ക് നസീർ സാറിൻ്റെ ശബ്ദം കയറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിരിയും കാര്യങ്ങളും ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് ഭംഗിയായിട്ട് സജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. സജീഷ് ഗംഭീരമായിരുന്നു കേട്ടോ. നമ്മൾ എടുത്തു പറയുന്നത് എനിക്ക് ജോയി മാത്യു സാറിൽ നിന്നും മറ്റേ ജോസ് പ്രകാശിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, അത് ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാ ആശയങ്ങളെല്ലാം നല്ല ഗംഭീരമായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പം ഈ സ്പോട്ട് അപ്പ് ചെയ്തൊക്കെ ആ ഡയലോഗ് എന്ന് പറയുന്ന ആ സിനിമയുടെ ഹൈലൈറ്റ് ആണ്. ബിരിയാണി ചെമ്പിന്ന് കണ്ണ് തെറ്റിയപ്പോൾ ജനൽവാതൊക്കെ, അപ്പോൾ അത് ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ആശയങ്ങൾ കൊള്ളാം. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ആശയങ്ങളുമായി വീണ്ടും ഒരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ലാസ്റ്റ് ഹരിശ്രീ അശോകൻ ചേട്ടൻ സൗണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. അതും ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ.